ഇതുപോലെ 2018 കേരളമാകെ അതല്ലെങ്കിൽ ലോകത്തെമ്പാടുമുള്ള അയ്യപ്പഭക്തന്മാർ സ്തംഭിച്ചിരുന്നൊരവസരത്തിൽ നമ്മൾ ഏകസ്വരത്തോടെ, ഏക മനസ്സോടെ, ഏക ശരീരമെന്നോണം ഒരുമിച്ചുകൂടി നടത്തിയ അത്യുജ്വലമായ പ്രക്ഷോഭവും അതിനെ വെമ്പുന്ന, അതല്ലെങ്കിൽ ഇന്നേ ദിവസം വരെ സുപ്രീം കോടതിയിൽ കാണാത്ത തരത്തിൽ നമ്മൾ കേസ് അവതരിപ്പിച്ചുകൊണ്ട് സുപ്രീം കോടതി ചരിത്രത്തിൽ ആദ്യമായിട്ട് സുപ്രീം കോടതി വിധിച്ച ഒരു വിധിക്കെതിരെ റിവ്യൂ പെറ്റീഷൻ, ഒരു റിട്ട് പെറ്റീഷൻ തുറന്ന കോടതിയിൽ കേട്ട ഒരു സംഭവമെല്ലാം ഉണ്ടായത് ഇതുപോലെ 2018 ഒക്ടോബർ മാസം 8-ാം തീയതി എറണാകുളം ഭാസ്കര്യത്തിൽ വിവിധ സംഘടനകളും സംഘപ്രവർത്തകരും സംഘപരിവാർ പ്രവർത്തകരുമെല്ലാം ചേർന്ന് 2000-ൽ പരം ആളുകൾ ഒന്നിച്ചുകൂടി ഒരു സദസ്സിൽ വെച്ചിട്ടെടുത്ത ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു. ഏതാണ്ട് അതുപോലെ തന്നെയാകട്ടെ ഇന്നിവിടെ നടക്കുന്ന ഈ സമ്മേളനമെന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളതും ഈശ്വരനോട് പ്രാർത്ഥിക്കാനുള്ളതും. നമ്മൾ ഒന്നിച്ചു കൂടിയാൽ ഈശ്വരാനുഗ്രഹം കൊണ്ട് അസാധ്യമായതൊന്നുമില്ല. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മളെല്ലാവരും ഈശ്വര സാന്നിധ്യമുണ്ട്. നമുക്കെല്ലാം അറിയാം. ആ ചൈതന്യത്തിനെ ഉണർത്തുന്നതിന് വേണ്ടിയുള്ള ശക്തി ഇന്ന് മോഹൻജി ഇവിടെ പറഞ്ഞതുപോലെ സംഘേശക്തി കലയുഗേ എന്നാണ്. കലിയുഗത്തിൽ സംഘടനയ്ക്കാണ്, ഒന്നിച്ചു കൂടുന്നതിലാണ് ശക്തി. അത് നമ്മളൊന്ന് തെളിയിച്ചു കഴിഞ്ഞു. ആ പാത പിന്തുടർന്നാൽ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ പൂർണ്ണ വിജയം എത്തും എന്നുള്ളൊരു യാതൊരു സംശയം വേണ്ട. അതുകൊണ്ട് അതിൽ പല വിഷയങ്ങളുണ്ട്. ഞാൻ ഈ പ്രശ്നങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. കാരണം കേരളത്തിൽ നിത്യേന എന്നോണം അത്രയധികം പ്രശ്നങ്ങൾ വരികയാണ്. ഒരു ദിവസം പോലും നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ അസാധ്യമെന്നോണം കേരളം മാറിക്കഴിഞ്ഞു. ഇതിൻ്റെ പിന്നിൽ ഞാൻ തുറന്നു പറയുന്നു, ഒരു ഗൂഢാലോചനയുണ്ട്. അന്തർദേശീയമായ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഭാരതത്തെ തകർക്കാനും സനാതനധർമ്മത്തെ ഇല്ലാതാക്കാനും. ഞാൻ വെറുതെ പറയുന്നതല്ല, തെളിവുൾപ്പെടെയാണ് പറയുന്നത്. ശബരിമല വിഷയത്തിൽ അത് അതിവിശാലമായ വിഷയമാണ്. ഇന്ന് അവിടെ പറയാനുള്ള അവസരമല്ലെങ്കിൽ നമ്മൾ ഒറ്റ കാര്യം അറിഞ്ഞിരിക്കണം. യുവതി പ്രവേശമായിരുന്നില്ല അവിടുത്തെ പ്രധാന പ്രശ്നം. 5 വിഷയങ്ങളുണ്ട്. അന്ന് നമ്മൾ കോടതിയിൽ ശക്തമായ രീതിയിൽ കേസുമായിട്ട് മുന്നോട്ട് പോയില്ലായിരുന്നുവെങ്കിൽ ഇന്ന് കേരളത്തിലെ സമസ്ത ക്ഷേത്രങ്ങളെയും ബാധിക്കുന്ന വിഷയമായിരുന്നു അത്. തന്ത്രിയുടെ സ്ഥാനത്തെ ചോദ്യം ചെയ്യപ്പെട്ടു. അന്നത്തെ ചീഫ് ജസ്റ്റിസിന്റെ നേതൃത്വം നടന്ന ബെഞ്ചിൽ പിന്നീട് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തി എഴുതിയ അദ്ദേഹത്തിന്റെ വിധിന്യായത്തിലെ 102-ാമത്തെ പേജിൽ ഏറ്റവും ഇടതുവശത്തായിട്ടുള്ള കോളത്തിൽ പറഞ്ഞിരിക്കുന്നത് there is a fictitious belief that Tantri is the father of the deity. അതായത് ഒരു സാങ്കല്പികമായ തത്വമുണ്ട്. ഒരു ക്ഷേത്രത്തിൻ്റെ ദേവനോ ദേവിയുടെയോ പിതാമഹനാണ് തന്ത്രി എന്നുള്ളത്. അതെടുത്തു കളഞ്ഞു. തുടങ്ങിയ പല വിഷയങ്ങളുണ്ട്. ഇന്ന് ഞാൻ പറയുന്നത് ഇതെല്ലാം. അതുപോലെ നമ്മൾ അറിയേണ്ട മറ്റൊരു വിഷയമാണ് 1965 കേരള നിയമസഭയിലെ ആഗ്യകണ്ഠ്യേന പാസ്സാക്കിയ ഹിന്ദു പബ്ലിക് പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട് 1965. അത് വിമൻസ് സെന്ററിനെ കുറിച്ചാണ്. അതിനകത്ത് സെക്ഷൻ 3B എടുത്തു കളഞ്ഞു. അത് പുലവാലായ്മയെ കുറിച്ചായിരുന്നു. അതായത് കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളെയും ബാധിക്കുന്നതായിരുന്നു. ഞാൻ പറഞ്ഞു ഇത്രത്തോളം പല വിഷയങ്ങളും ആ കേസിലുണ്ടായിരുന്നു. പക്ഷേ വേണ്ട തരത്തിൽ അത് ജനങ്ങൾ പോലും ചർച്ച ചെയ്തിരുന്നില്ല. പക്ഷേ എന്തായാലും ഈശ്വരാനുഗ്രഹം കൊണ്ട് നമുക്ക് ആ കേസ് മുന്നോട്ട് പോകാൻ സാധിച്ചു. അതുപോലെ പ്രക്ഷോഭത്തിന്റെ കാര്യമൊക്കെ നമുക്കറിയാം. പക്ഷെ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെല്ലാവരും പങ്കെടുത്തവരാണ്. നമ്മുടെയൊക്കെ പേര് ധാരാളം കേസൊക്കെ ഉണ്ടാവും. തൃശ്ശൂരൊക്കെ ഉണ്ട്. തൃശ്ശൂർ ഈ റൗണ്ടിന് ചുറ്റും പ്രക്ഷോഭം നടത്തി അതിലെ പോയ KSRTC ബസ്സിൽ കല്ലെറിഞ്ഞെന്നും ആ റൗണ്ടിലുണ്ടായിരുന്ന ആ മീഡിയനിലെ എന്തൊക്കെ ചെയ്തെന്നും പറഞ്ഞ് എൻ്റെ പേരിൽ ഒരു കേസുണ്ട്. ഞാൻ അവിടെ വന്നിട്ട് പോലുമില്ല. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ എല്ലാം പേരിൽ ധാരാളം കള്ളക്കേസുകളുണ്ട്. ഇനിയും ഉണ്ടാവും. മോഹൻജി പറഞ്ഞ പോലെ കേസ് ഭയന്നാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഇന്ന് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത നിയമങ്ങളാണ് ക്ഷേത്രങ്ങൾ അടിച്ചേൽപ്പിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അഭ്യർത്ഥന അത് പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരല്ല. ഹിന്ദു സമൂഹം ഉറക്കെ പ്രഖ്യാപിക്കണം. ഈ ക്ഷേത്രം കാലാകാലങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പൂർവികന്മാരാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നെങ്കിൽ പത്യാതിരപൂർവം നടന്നുകൊണ്ടിരിക്കുന്ന
എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മൾ അതേപടി നടത്തും. ഒരു കോടതിക്കും തടയാൻ സാധിക്കില്ല, ഒരു ഭരണാധിപന്മാർക്കും തടയാൻ സാധിക്കില്ല എന്ന് നിങ്ങൾ ഉറക്കെ പറഞ്ഞാൽ നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അതിൽ യാതൊരു സംശയം വേണ്ട. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. എൻ്റെ ഒരു അഭ്യർത്ഥന, കേസിനെ കുറിച്ചൊന്ന് പറയാതെ വയ്യ. കാരണം പല വിഷയങ്ങളിലും നിരന്തരം കോടതികളെ സമീപിക്കേണ്ട ഒരു അവസ്ഥയിലാണ് കേരളത്തിലെ പൊതുസമൂഹവും ഹിന്ദുക്കളും പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളും. ഇന്നിപ്പോ സുപ്രീം കോടതിയിൽ ഇപ്പൊ പോയിരിക്കുന്ന കേസ് ആദ്യത്തെ അല്ല, എനിക്കൊന്ന് മാസത്തിൽ 2-3 ഇത്തരത്തിൽ കേസുകൾ പോകുന്നുണ്ട്. ഹൈക്കോടതിയിൽ നിരന്തരം കേസുകൾ വരികയാണ്. എൻ്റെ അഭ്യർത്ഥന, ഇത്തരം കേസുകൾ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ തന്നെ സ്വയം പഠിക്കണം. ആരാണോ കേസ് കൊടുക്കുന്നത്, ഞാൻ ശബരിമല കേസ് നടത്തിയതിൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. ഒരിക്കലും അവിടുത്തെ ഏറ്റവും മുതിർന്ന സീനിയർ ലോയർ കേസ് ഏൽപ്പിച്ചാൽ ജയിക്കില്ല. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത്, നമ്മളൊരു ഏറ്റവും പേര് കേട്ട ഒരു ലോയറെ കേസ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ വലിയ ഫീസും കൊടുത്താൽ പിന്നെ അദ്ദേഹം നോക്കിക്കൊള്ളുമെന്നാണ്. ഒരിക്കലുമല്ല. അതാണ് അറിയേണ്ടത്. നമ്മുടെ കേസ് ഏൽപ്പിച്ച ആര്യമസുന്ദരം അവിടെ വാദിക്കുമ്പോൾ വെറും 3 മിനിറ്റാണ് അദ്ദേഹത്തിന് സമയം കിട്ടിയത്. അങ്ങനെയാണ് കേസിന്റെ ഒരു മറിക്കാൻ സാധിച്ചത്. അതായത് ദേവസ്വം ബോർഡിന് വേണ്ടി വാദിക്കാൻ തീരുമാനിച്ചിരുന്ന അഡ്വക്കേറ്റ് ആര്യമസുന്ദരം, CP രാമസ്വാമി മേയർ, അദ്ദേഹത്തിന്റെ കൊച്ചുമകനാണ്. ഒരു ദിവസം കൊണ്ടാണ് അദ്ദേഹം നമ്മുടെ വക്കീലായിട്ട് വന്നത്. ഒരു രാത്രി കൊണ്ടാണ്. കാരണം നമ്മളാണ് ഇതെല്ലാം, ഈ രേഖകൾ മുഴുവൻ ശേഖരിച്ചു. ഭാരതത്തിൽ അംഗങ്ങളെ സഞ്ചരിച്ചു. പണ്ഡിതന്മാരുമായിട്ടും ജഡ്ജിമാരുമായിട്ടും സുപ്രീം കോടതിയിലെ മുതിർന്ന ലോയർമാരുമായിട്ടും 3 തലത്തിലുള്ള സെമിനാറുകൾ നടത്തി. ഒരുപാട് രേഖകൾ. അങ്ങനെ നമ്മൾ ഇതാരാണോ ഇതിനകത്ത് കേസ് നടത്തുന്ന കക്ഷികൾ, അവരിതിനു വേണ്ടി ശ്രമിക്കുക. ഒരു കൂട്ടായ്മയിലൂടെ ഇതെല്ലാം ശേഖരിക്കുക. ആരൊക്കെയോ കാണണമെങ്കിൽ സഞ്ചരിച്ച് അവരെല്ലാം കണ്ട് അഭിപ്രായം തേടുക. മുൻ നടന്ന വിധിയിൽ പ്രീസിഡൻസ് ഉണ്ടെങ്കിൽ അതെടുക്കുക. ഇത്തരത്തിൽ നമ്മൾ ശേഖരിക്കുന്ന വസ്തുതകൾ ഈ മുതിർന്ന ലോയറിന് കൊടുത്താൽ മാത്രമേ കേസ് ജയിക്കുകയുള്ളൂ. ആര്യമസുന്ദരത്തിന് ഒരു തിങ്കളാഴ്ച രാവിലെ 10 മണിക്കാ കേസെങ്കിൽ തലേദിവസം രാത്രി ഒരു 6 മുതൽ 9 വരെ 3.5 മണിക്കൂർ നേരം നമ്മൾ കേസിനെ വിശദീകരിച്ച് അതിന്റെ അന്തസ്സത്തെ ഉൾക്കൊണ്ട് മാർക്ക് ചെയ്യേണ്ടടുത്തൊക്കെ മാർക്ക് ചെയ്ത് ഈ പറഞ്ഞ 3 മിനിറ്റിൽ അവതരിപ്പിക്കും. സുപ്രീം കോടതി എല്ലാ ദിവസങ്ങളോളൊന്നും അല്ല കേസ് നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഈ കഴിഞ്ഞ ദിവസവും ഞാൻ ഒരു ഉദാഹരണം പറയാം. ശബരിമല അന്നദാനത്തിന്റെ വിഷയം ഇതുപോലെ പല സംഘടനകളും അന്നദാനം പണ്ട് കൊടുത്തുകൊണ്ടിരുന്നു. 2017 മുതൽ പല തടസ്സങ്ങൾ ഇതുപോലെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. തടസ്സം വന്നപ്പോൾ പലരും കോടതിയിൽ പോയി. അങ്ങനെ കോടതിയിൽ ഇങ്ങനെ കിടക്കുകയാണ്. അതിനിടയ്ക്ക് ഒരു കക്ഷി സുപ്രീം കോടതിയിൽ പോയി വേണ്ട പ്രിപ്പറേഷൻ ഇല്ലാതെ സുപ്രീം കോടതി കേസ് തള്ളി. എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, കോടതിയിൽ ഒരു വിഷയത്തിൽ ഒരു കേസ് ഒരാഴ്ച എടുക്കുള്ളൂ, നമ്മൾ വീണ്ടും പോയാൽ എടുക്കില്ല. അതുകൊണ്ട് ഒരു വിഷയത്തിൽ നമ്മൾ ഏത് കോടതിയാലും, ഹൈക്കോടതിയിൽ സുപ്രീം കോടതി സമീപിക്കുമ്പം വേണ്ട അടിസ്ഥാനമായിട്ടുള്ള എല്ലാ വിഷയങ്ങളെക്കുറിച്ച് ഗൗരവമായി പഠിച്ച് മനസ്സിലാക്കി എല്ലാ വസ്തുതകളും, ഈവൻ അവിടെ ഡോക്യുമെന്റ്സ് വേണ്ടി കൊടുക്കേണ്ടി വരും. അതായത് സ്ക്രിപ്ചറൽ എവിഡൻസ് ആണ്. എസ്പെഷ്യലി ക്ഷേത്ര വിഷയങ്ങളിൽ കോടതി നോക്കുന്നത് സ്ക്രിപ്ചറൽ എവിഡൻസ് ഉണ്ടോന്നാണ്, അല്ലാതെ നമ്മൾ പറഞ്ഞാൽ പോരാ. അതുകൊണ്ട് നമ്മൾ ശക്തമായ രീതിയിലുള്ള സ്ക്രിപ്ചറൽ എവിഡൻസ് ശേഖരിക്കണം. അറിയാവുന്നവരുമായിട്ടൊക്കെ സംസാരിക്കണം. സമാന കേസുകൾ നടത്തിയിരിക്കുന്ന ആളുകളായിട്ട് സംസാരിക്കണം. നമ്മൾ കേസ് കൊടുക്കുന്നവരുമായിട്ട് കൂട്ടായ്മ വേണം. അങ്ങനെയാണ് നമ്മൾ ശബരിമല കേസ് നടത്തിയത്. എത്ര കക്ഷികളാണോ കേസിന് നമ്മൾ അറിയാത്തവരുണ്ടെങ്കിൽ നമ്മൾ അവരെയും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ പോയത്. നമ്മൾ അവസാന ദിവസത്തെ കേസ് നടക്കുമ്പോൾ ഈ 9 അംഗ ബെഞ്ചിന് വിടണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടതാണ്. സുപ്രീം കോടതിയിൽ മറ്റൊരു കാര്യം കൂടെ നമുക്ക് മാറ്റാൻ സാധിച്ചു. 1950 സുപ്രീം കോടതിയിൽ സുപ്രീം കോടതി രൂപീകരിക്കുന്നതും അതുപോലെ തന്നെ ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കുന്നതും 1950 അന്ന് സുപ്രീം കോടതിയിൽ ആകെ ഉണ്ടായിരുന്ന ജഡ്ജിമാരുടെ എണ്ണം 7 ആയിരുന്നു. അതിൽ ഭാരതത്തിന്റെ പ്രധാന വിഷയങ്ങളൊക്കെ തീരുമാനം എടുക്കണമെങ്കിൽ ബഹുഭൂരിപക്ഷം ജഡ്ജിമാരും വേണം എന്നുള്ളതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് 5 പേരെ കൂട്ടിയിട്ടാണ്. അതായത് 7 പേരാകെയുള്ള 5 പേര്. പക്ഷേ ഇന്ന് 33ഓളം ജഡ്ജിമാരോടത്ത് 5 പേരാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച്. അതിന് ഭൂരിപക്ഷമില്ല. 5 പേര് തീരുമാനിക്കുന്നത് ഒരിക്കലും ആകാൻ പാടില്ല എന്ന് നമ്മുടെ ആർഗ്യുമെന്റ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഹയർ ബെഞ്ചിലേക്ക് കേസ് പോയത്. മറ്റൊരു കാര്യം, ഈ കോടതിയിലുള്ള ജഡ്ജിമാർ നിയമപണ്ഡിതന്മാരാണ്, ഒരു സംശയമില്ല. പക്ഷേ അവർ ആധ്യാത്മിക കാര്യങ്ങളിൽ, ക്ഷേത്ര കാര്യങ്ങളിൽ, പൂജാകാര്യങ്ങളിൽ, ആചാരത്തിന്റെ കാര്യങ്ങളിൽ, അനുഷ്ഠാന കാര്യങ്ങളിൽ എന്തെങ്കിലും അറിവുണ്ടോ? നമ്മൾ ചോദ്യമാണ്. കോടതി അതും അംഗീകരിച്ചിട്ടുണ്ട്. ഈ ഹയർ ബെഞ്ചിന് റെഫർ ചെയ്തപ്പം നമ്മളീ പറഞ്ഞ അതേ വാചകം. അങ്ങനെ 8 കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം പോലും ശബരിമല വിഷയത്തിൽ നമ്മൾ ഉന്നയിച്ച വിഷയമാണ്. അതായത് എനിക്ക് പറഞ്ഞത്, ക്ഷേത്ര കാര്യങ്ങളിലുള്ള അടിക്കടിയുള്ള ഈ ജുഡീഷ്യറിയുടെ ഇടപെടൽ, അതും
ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ മാത്രം. നിങ്ങൾ ഒരിക്കലും കേട്ട് കാണില്ല അല്ലാതെ ഒരു ഏത് കോടതിയാലും ശരി അത്തരത്തിൽ ഇടപെടുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, തീർച്ചയായിട്ടും കോടതി വഴി മാത്രമേ ഒരു ജനാധിപത്യ രാജ്യത്ത്, ഭരണഘടന നിലനിൽക്കുന്ന രാജ്യത്ത് ഇത്തരം വിഷയങ്ങളിൽ അന്തിമമായ തീരുമാനം ഉണ്ടാവുകയുള്ളൂ. നമുക്കറിയാം, അത് നമ്മൾ അംഗീകരിച്ചേ മതിയാവും. പക്ഷേ ശക്തമായ പ്രക്ഷോഭം കൂടെ വേണം. അതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല, ഈ വിഷയത്തിൽ അതിശക്തമായ ഒരു പ്രക്ഷോഭം നമ്മൾ തുടങ്ങണം. അതിനെ പ്രേരിപ്പിക്കുന്ന തരത്തിൽ, അതല്ലെങ്കിൽ ദേവസ്വം ബോർഡിനെ ഈ കാര്യങ്ങളിലേക്ക് അവരെ കൂടെ കൊണ്ടുവരുന്ന രൂപത്തിൽ നമ്മൾ ഒരു നിസ്സഹകരണ പ്രസ്ഥാനം എന്ന പോലെ, നമുക്കറിയാം സ്വാതന്ത്ര്യ സമരകാലത്ത് പ്രഖ്യാപിച്ച പോലെ നിസ്സഹകരണ പ്രസ്ഥാനം പോലെ ഈ ദേവസ്വം ബോർഡിന്റെ ആജ്ഞകളെ ഒന്നും നമ്മൾ വകവെക്കാതെ അവർ നിങ്ങൾക്കിവിടെ കാര്യമില്ല, ഹിന്ദു ക്ഷേത്രങ്ങൾ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളെ സംരക്ഷിക്കാനായിട്ട് മുന്നോട്ട് വരുന്നില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് ഓരോ ക്ഷേത്രം ഉറക്കെ പറയാൻ സാധിക്കുമോ എന്ന് നമ്മൾ ചിന്തിക്കണം. അതാണ് ആവശ്യം. അത്തരത്തിൽ നമ്മൾ ഒരു കൂട്ടായ്മയിലൂടെ ശക്തമായ സമര പ്രക്ഷോഭം തന്നെ നടത്തണം. മീറ്റിങ്ങുകൾ കൊണ്ട് കാര്യമില്ല. അങ്ങനെ ഒരു സൈഡിൽ കൂടെ പ്രക്ഷോഭം നടത്തുകയും ശക്തമായ രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ റെക്കോർഡുകളും സംഹരിച്ചുകൊണ്ട് ഒരു കൂട്ടായ്മയോട് കൂടി സുപ്രീം കോടതിയിൽ പോയാൽ തീർച്ചയായിട്ടും നമുക്ക് വിജയത്തിലെത്താൻ സാധിക്കും. പക്ഷേ അതിനു വേണ്ട ക്രമീകരണങ്ങൾ വേണം. നമ്മൾ കുറച്ചുകൂടെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. എല്ലാവരുമായിട്ട് സഹകരിക്കാൻ മനസ്സ് കാണിക്കണം. നമ്മൾ കോടതിയിൽ പോയാലും നമ്മൾ എല്ലാവരും കൊടുത്ത പെറ്റീഷൻ പരസ്പരം ചർച്ച ചെയ്യണം. അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് അതിലൊരു വിജയം കാണും. ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരാൾ ട്വീറ്റ് ചെയ്തൊരു കാര്യമുണ്ട്. അതായത് എന്താണ് അടിസ്ഥാനമായ വിഷയം എന്ന് പറയുമ്പോൾ, കോടതിയാണോ പ്രശ്നം, സർക്കാരാണോ, ദേവസ്വം ബോർഡാണോ, എന്താണ് പ്രശ്നം? നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മുടെ നിയമമാണ് പ്രശ്നം. ദേവസ്വം ബോർഡ് ഉണ്ടായതും 1949 മെയ് മാസം 28 തിരുവിതാംകൂർ മഹാരാജ് തിരുനാൾ അന്നത്തെ കേന്ദ്ര സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി ആയിരുന്ന VP മേനോനുമായിട്ട് ഒപ്പുവെച്ച ഒരു കരാർ 1948 മെയ് മാസം 29 കൊച്ചി മഹാരാജ് വെച്ചിട്ട് ഒപ്പിട്ട ഒരു കരാർ, കവനൻ്റ് എന്നാണ് ഇതിൻ്റെ പറയുന്നത്. 528 ചെറു രാജ്യങ്ങളായിട്ട് കവനൻ്റ് ഒപ്പിട്ടിട്ടുണ്ട്. ഇതാണ് ദേവസ്വം ബോർഡ്, ഇന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ ഒരു അവസ്ഥ, തുടക്കം. അതിലൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ക്ഷേത്രങ്ങളെ സംരക്ഷിക്കും, മഹാരാജാക്കന്മാർ ക്ഷേത്രങ്ങളെ പൊന്നുപോലെ സംരക്ഷിച്ചിരുന്നു. പക്ഷേ ഈ അവരുടെ നാട്ടുരാജ്യങ്ങൾ നമ്മുടെ ഭാരതത്തിലേക്ക് ലയിപ്പിക്കുമ്പോൾ പിന്നീട് എന്താകും അവസ്ഥയെന്ന് അവർക്കൊക്കെ ചിന്തയുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ പാടില്ല, ക്ഷേത്രങ്ങളെ പൂർണ്ണമായിട്ട് സംരക്ഷിക്കണം എന്നുള്ള ഒറ്റ കാര്യം ഉദ്ദേശത്തോടു കൂടിയാണ് ദേവസ്വം ബോർഡ് രൂപീകരിച്ചതും അവർക്ക് കൈമാറുന്നത്. അതുകൊണ്ട് ഭരണഘടനയിൽ എഴുതി വെച്ച കാര്യമാണ് അത്. പ്രത്യേകിച്ച് കേരളത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കാര്യം, കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ കാര്യമൊക്കെ അത്തരത്തിൽ തന്നെയാണ്. അതുകൊണ്ട് അവർ എന്താണ് അവരുടെ ബാധ്യത, അവരെന്തിനു ബാധ്യസ്ഥരാണെന്നുള്ളത് അതിനകത്ത് വ്യക്തമാണ്. പക്ഷെ അവർ നോക്കുന്നില്ല. അതുകൊണ്ട് അതാണ് സംഭവം. ഏതായാലും ഈ നമ്മുടെ എല്ലാ ഈ പറഞ്ഞ വിഷയങ്ങൾ, കോടതിയുടെ ഇടപെടലും അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഇടപെടലും, ഏറ്റവും ചുരുങ്ങിയ ഒരു പോലീസ് സ്റ്റേഷനിൽ പോലെ ഒരു കോൺസ്റ്റബിൾ കയറി വന്ന് ഉത്സവത്തിന് തടസ്സം സൃഷ്ടിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നടക്കുന്നത്, ഇതിനെല്ലാം കാരണം നമ്മുടെ ഭരണഘടനയിൽ ചില പ്രശ്നങ്ങളുണ്ട്. അത് മാറ്റേണ്ടി വരും. എനിക്ക് അയച്ച ട്വീറ്റ് നിങ്ങളോടൊന്ന് വായിക്കാം. അതായത് ഒരാൾ എഴുതിക്കുന്നതാണ്, നമ്മളെ പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട് പറയുന്നത് ഹിന്ദു ഷുഡിൻ ബി ഏബിൾ ടു ക്ലെയിം എ പ്ലേസ് വിച്ച് ഈസ് ദെയർസ് ഈവൻ ഇഫ് ദേ ക്യാൻ പ്രൂവ് ഇറ്റ്. നമ്മുടെ ഒരു ക്ഷേത്രമാണെങ്കിലും നമുക്ക് എല്ലാ തെളിവുകളും ഉണ്ട്, നമ്മുടെ ആണെന്ന് പറഞ്ഞാലും നമുക്ക് അവകാശപ്പെട്ടെന്ന് പറയാൻ പറ്റില്ല. വേറാസ് പക്ഷേ മുസ്ലിംസ് ക്യാൻ ക്ലെയിം എനി പ്ലേസ് ഇഫ് പ്ലേസ് ഈസ് ദെയർസ് ഈവൻ ഇഫ് ദേ കാൻ പ്രൂവ് ഇറ്റ്. അതായത് മുസ്ലിം, നമുക്കറിയാം വഖഫ് ആക്ട് അവരുടെ സ്ഥലമാണെന്ന് പ്രൂവ് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. അങ്ങനെയാണല്ലോ തിരുച്ചെന്തൂർ ക്ഷേത്രത്തിനെ കുറിച്ച് നമുക്കറിയാം. അവരുടെ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല, അവർ പറഞ്ഞാൽ മതി. കോടതിയിൽ പോകാൻ സാധിക്കില്ല. ഹിന്ദുവിന് ക്ഷേത്രം നമ്മുടെയാണെന്ന് കാണിച്ചാലും മുസ്ലിങ്ങൾ അത് ഞങ്ങളുടെയാണെന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുക്കണം. അപ്പോൾ പ്രശ്നം എവിടെയാണ് കിടക്കുന്നത് നിങ്ങൾ ചിന്തിക്കുക. ഇതിന് നിയമം മാറിയേ മതിയാവും. ഇത് വഖഫ് ആക്ട് വന്നപ്പോൾ നമ്മുടെ പല സംഘടനകളും ശക്തമായി പ്രതികരിച്ചെങ്കിലും എത്ര ഹിന്ദുക്കൾ അതിനെ അനുകൂലിച്ചു, അതല്ലെങ്കിൽ എത്ര പ്രശ്നങ്ങൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തിയാരെന്ന് ആരെങ്കിലും മനസ്സിലാക്കിയോ? അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മൾ ഓരോ പ്രശ്നം വരുമ്പോൾ മാത്രം പ്രതികരിച്ചാൽ പോരാ. സമസ്തമായിട്ട് ഹിന്ദുവിൻ്റെ സമസ്ത മേഖലകളിലും ഹിന്ദുവിനെ ഒറ്റപ്പെടുത്തി ഇല്ലായ്മ ചെയ്ത് സനാതനധർമ്മത്തെ തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണിത്. അതുകൊണ്ട് ഒരു ദീർഘമായ ഒരു ചർച്ചയുടെ വിഷയമായതുകൊണ്ട് നമുക്കിവിടെ ചർച്ച ചെയ്യാൻ സാധിക്കില്ല. എന്തായാലും നമ്മൾ അറിഞ്ഞിരിക്കണം, ഇത്തരത്തിൽ നമുക്കെതിരെയുള്ള നിയമങ്ങളെ നമ്മൾ അനുസരിക്കാൻ ഇന്ന് ബാധ്യസ്ഥരാകുന്നത് ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ടാണ്. അതിനൊക്കെ മാറ്റം വേണം. അതിന് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ബില്ലുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ നമ്മളും അറിയണം, ഇത്തരത്തിൽ ചർച്ച ചെയ്യണം, പ്രക്ഷോഭങ്ങൾ ചെയ്യണം. എന്തായാലും ഈ കേസിൻ്റെ കാര്യത്തിലും ഇത് സംബന്ധിച്ചുള്ള
എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ഇന്നത്തെ കൂട്ടായ്മയിലും ഈ ക്ഷേത്ര സംബന്ധിയായിട്ടുള്ള ഇത്തരം വിഷയങ്ങൾ സുപ്രീം കോടതിയുടെ കാര്യത്തിലൊക്കെ ആയാലും ശരി, അതിനെല്ലാവിധ പൂർണ്ണമായ പിന്തുണയും ശബരിമല കർമ്മസമിതി ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് വാക്കു തരുന്നു. നന്ദി, നമസ്കാരം. സ്വാമി ശരണമയ്യപ്പ.